നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പ് ബ്രസീലിന് നേടാൻ കഴിയും പറയുന്നത് റാഫീഞ്ഞയാണ്. റാഫീഞ്ഞ റൊമാരിയോയുമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. റൊമാരിയോയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ. അപ്പോൾ നെയ്മറോട് സംസാരിച്ച ഇൻ്റർവ്യൂ കണ്ടാലും ബാക്കി ആരോട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂ കണ്ടാലും ആളുകളോട് അത്തരത്തിൽ ചോദിച്ച് ഉത്തരങ്ങൾ പുറത്ത് ചാടിക്കാൻ ഒരു പ്രത്യേക കഴിവ് റൊമാരിയോക്ക് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ റൊമാരിയോ ചോദിക്കുന്നു, അടുത്ത വേൾഡ് കപ്പ് നമ്മൾ നേടില്ലേ? റാഫീഞ്ഞ പറയുന്നു, നമ്മൾ നേടാനുള്ള മികവ് നമുക്കുണ്ട്. പലപ്പോഴും പല വേൾഡ് കപ്പുകളിലും ഫേവറിറ്റുകളായി കണക്കാക്കപ്പെടാത്തവരാണ് വേൾഡ് കപ്പ് നേടാറുള്ളത്. നമ്മളും അടുത്ത തവണ പലരും ഫേവറിറ്റുകളായി കണക്കാക്കാത്ത ടീമാണ്. അതേസമയം നമുക്ക് വരുന്ന യുവതാരങ്ങളൊക്കെ വിജയിക്കാനുള്ള ഒരു വിൽ കാണിക്കുന്നവരാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്ത തവണ വേൾഡ് കപ്പ് നേടാൻ കഴിയും എന്നാണ് ഇപ്പോൾ റാഫീഞ്ഞ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, അടുത്ത വർഷം വേൾഡ് കപ്പ് നേടാൻ പറ്റുമോ? മറുപടി, ഐ തിങ്ക് വി ക്യാൻ. നമുക്കതിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് വേൾഡ് കപ്പുകളിൽ ഫേവറിറ്റ്സുകളല്ലാത്തവർ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മുടെ ടീം മുന്നോട്ട് പോയിരിക്കുന്ന ഈ ഒരു ഘട്ടം എടുക്കുമ്പോൾ നമ്മളെ പലരും ഫേവറിറ്റുകളായിട്ട് പരിഗണിക്കുന്നില്ല. എന്നാൽ എല്ലായ്പ്പോഴും നമ്മുടെ ടീമിൻ്റെ ആ ഒരു മൊമെൻറ്റം നോക്കാതെ തന്നെ ബ്രസീൽ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിലൊരു ഫേവറിറ്റുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് നല്ല പ്ലെയേഴ്സുണ്ട്. യങ് ബോയ്സ്, വരുന്ന യുവതാരങ്ങളാവട്ടെ വിജയിക്കാനുള്ളൊരു വില്ലോട് കൂടിയാണ് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ വിജയിക്കാനുള്ളൊരു വില്ലില്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥവുമില്ലല്ലോ എന്നാണ് റാഫീഞ്ഞ പറയുന്നത്. ചുരുക്കത്തിൽ റാഫീഞ്ഞയ്ക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ നല്ല വിശ്വാസമുണ്ട്. അടുത്ത തവണ വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.